ഹലോ അപ്പു. ആ, നീ എന്തെടുക്കോ? ഞാനിവിടെ ഉണ്ട് അപ്പു. നീ എന്തിനാ വിളിച്ചത്? ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ വിചാരിച്ചതിലും വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ചു മുമ്പ് അമ്മയോട് ഞാൻ എല്ലാം തുറന്ന് സംസാരിച്ചു. എന്നിട്ട് ആന്റി എന്ത് പറഞ്ഞു? എന്തു പറയും, പ്രതീക്ഷിച്ചതുപോലെ ഒരു യൂഷ്വൽ കമന്റ്. എല്ലാം എന്റെ തോന്നലാണെന്ന്. ആദ്യം എല്ലാവർക്കും അങ്ങനെയല്ലേ തോന്നും. പക്ഷെ എന്റെ നിലപാട് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അത് VPയോട് പ്രസന്റ് ചെയ്യാതിരിക്കില്ല. ഏത് നിമിഷവും ഞാൻ VPയുടെ ഒരു എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറിയാൽ ഇന്നോ നാളെയോ. അതിനപ്പുറം അച്ഛനത് എന്നോട് തുറന്നു ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അങ്കിളിനോട് നീ എന്തു പറയും അപ്പോ? എന്തു പറയാൻ? നിന്നോടും അമ്മയോടും പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് ആരോടും പറയാനില്ല. എന്റെ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. അപ്പോ നീ ഒന്നുകൂടെ ആലോചിച്ച്. നോ, ഇനി ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് വേഷം കെട്ടി മതിയായി തുടങ്ങി മാളു. എത്രയും വേഗം ഒന്ന് ഫ്രീ ആവണം. എന്തായാലും ഒരു പൊട്ടിത്തെറി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്പം നേരത്തെ ആവുന്ന തന്നെയാ നല്ലത്. നീ വിചാരിച്ചതുകൊണ്ടാ കാര്യങ്ങൾ ഇത്രയും വേഗത്തിലായത്. താങ്ക്സ് ബഡ്ഡി, എല്ലാത്തിനും. മാളു, അപ്പു ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയി ഇല്ല മാളു? ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ആക്ച്വലി അവരുടെ പ്രശ്നം എന്തായിരുന്നു? എന്തായിരുന്നു അപ്പുവിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് മോൾക്കറിയാം. മോള് ഞങ്ങളോട് പറയാത്തതാ, ശരിയല്ലേ? വേണ്ട വേണ്ട, ഇപ്പൊ ഞങ്ങളോട് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ മോളത് ഗീത ആന്റിയോട് മാത്രം പറഞ്ഞത്. ഞങ്ങളോട് എപ്പോഴെങ്കിലും അത് ഷെയർ ചെയ്യണമെന്ന് മോൾക്ക് തോന്നുകയാണെ മാത്രം അത് ഞങ്ങളോട് പറഞ്ഞാൽ മതി, കേട്ടോ? അല്ലേടൂ, അതിനെപ്പറ്റി ചോദിക്കാനല്ല സത്യത്തിൽ ഞാനിപ്പോൾ വന്നത്. മോളോട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. വിഷയം അപ്പൂനെ കുറിച്ച് തന്നെയാ. അന്ന് അപ്പൂനെ കാണാൻ ഹോസ്പിറ്റലിൽ ഞാൻ വന്നപ്പോൾ VP അങ്കിള് അച്ഛനോട് സംസാരിച്ച രീതി മോള് കണ്ടതല്ലേ? അപ്പൂൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ ഞാനും അശ്വതിയാണെന്നൊരു ധ്വനി VPയുടെ സംസാരത്തിലുണ്ടായിരുന്നു. അപ്പോഴത്തെ ആ ടെൻഷന്റെ പുറത്ത് അങ്ങനെ സംസാരിച്ചു പോയതാകുമെന്നാ ഞാൻ ആദ്യം കരുതിയത്. പിന്നീട് അതേക്കുറിച്ച് വീണ്ടും ആലോചിച്ചപ്പോൾ VPയും ഗീതയൊക്കെ വളരെ നേരത്തെ തന്നെ അങ്ങനൊരു മൈൻഡ് സെറ്റിലായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ചു മുമ്പ് നീ ചോദിച്ചില്ലേ അപ്പുവിനെ കാണാൻ എന്തുകൊണ്ട് ഒരു ദിവസം പോലും ഞാൻ ഹോസ്പിറ്റലിൽ വന്നില്ലാന്ന്? അച്ഛനോടുണ്ടായ പോലൊരു സമീപനം VP ഏട്ടനീന്നോ ഗീതേച്ചിന്നോ എന്നോടുണ്ടാവോന്ന് പേടിച്ചിട്ട് തന്നെയാ ഞാൻ ഹോസ്പിറ്റലിൽ വരാതിരുന്നത്. VP ഏട്ടനും ഗീതേച്ചിക്കും ഞങ്ങളോട് എന്തോ തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നുന്നു മാളു. ഒരിക്കലും ഇല്ല അമ്മ, അതൊക്കെ നിങ്ങളുടെ വേറെ സംശയങ്ങളാ. അതെന്തെങ്കിലും ആവട്ടെ, പറയാൻ വന്നത് ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അവരുമായിട്ട് വലിയ അടുപ്പത്തിനൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുക ഞങ്ങള്. എന്ന് വെച്ച് ശത്രുതയൊന്നുമില്ല, പഴയതുപോലുള്ള അടുപ്പം വേണ്ടാന്ന് വെക്കുന്നു മാത്രം. ഇനി അങ്ങനെ മതിയെന്ന് VP എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് മോളും ഈ തീരുമാനത്തിൽ ഞങ്ങളോടൊന്ന് സഹകരിക്കണം. സഹകരിച്ചേ പറ്റൂ. അപ്പുമായിട്ട് ഇനി വലിയ ചെങ്ങാത്തവും ചുറ്റിയടിക്കലൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് മാളൂന് മനസ്സിലായോ? ഇതുവരെയുള്ള സ്നേഹവും സഹകരണവും ഒക്കെ ഇവിടം കൊണ്ട് മതിയാക്കണമെന്ന്. എന്താ നീയൊന്നും മിണ്ടാത്തത്? സോറി അച്ഛാ, നിങ്ങൾക്കാർക്കും അപ്പുവിന്റെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് അറിയില്ല.
ഞാനിത് നിങ്ങളോട് പറയാം, ഇപ്പോഴല്ല. എനിക്ക് കുറച്ചുകൂടി സമയം തരണം. അപ്പോൾ ഇപ്പോൾ ഫിസിക്കലി ഓക്കെ ആയിരുന്നേ ഉള്ളൂ. അവളുടെ മനസ്സൊന്ന് നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും അച്ഛാ. അതുവരെ എൻ്റെ ഒരു പ്രസൻസ് അവൾക്ക് ആവശ്യമാണ്. നോ, അപ്പുവിന്റെ മെന്റൽ ഫിറ്റ്നസ് ഒക്കെ ഇനി അവരുടെ മാത്രം ഹെഡേക്കാ. അതിന്റെ പേര് ഇവിടുന്ന് ആരും ഇനി അങ്ങോട്ട് സഹായിക്കാൻ പോണമെന്നില്ല. അച്ഛാ, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, മനസ്സിലായില്ലേ? ഞങ്ങൾക്കത് ഇഷ്ടമല്ല. അശ്വതി,